Come on children, let us learn. Welcome to a new video. Hope you have all watched our previous classes. കഴിഞ്ഞ ക്ലാസ്സുകളുടെ വീഡിയോസ് എല്ലാവരും കണ്ടല്ലോ. ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തേർഡ് യൂണിറ്റിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ പോയി നോക്കണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാവുന്നതാണ്. Today I'll teach you a new poem, Happiness, written by Raymond Carver. Page number 86 in your English textbook. I think all of you are very happy today. What make you so happy? എപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നത്? When do you feel happiness? When your father brings you chocolates, when your mother prepares your favorite dish, when someone presents you a gift, when you score high marks in the exam, all these make you happy. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമ്പോഴും അമ്മ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോഴും ഇഷ്ടമുള്ളത് എന്തെങ്കിലും സമ്മാനം കിട്ടുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് അല്ലേ? എന്നാൽ ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കുമ്പോൾ, മഴ പെയ്യുന്നത് കാണുമ്പോൾ, ആകാശത്തെ ചന്ദ്രനെ കാണുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ? അതോ ഇതെല്ലാം നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ, ഇതിലൊക്കെ എന്താ ഇത്ര സന്തോഷിക്കാൻ, അങ്ങനെയാണോ തോന്നാറ്? ഓരോരുത്തർക്കും വ്യത്യസ്ത കാര്യങ്ങളിലായിരിക്കും സന്തോഷം തോന്നുന്നത് അല്ലേ? ഇവിടെ ഇതാ ഹാപ്പിനെസ് എന്ന പോയത്തിൽ പോയറ്റ് എങ്ങനെയാണ് ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്തേണ്ടത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പോയത്തിലേക്ക് കടക്കാം. So early, it is still almost dark out. I am near the window with coffee and the usual early morning stuff that passes for thought. When I see the boy and his friend walking up the road to deliver the newspaper, they wear caps and sweaters, and one boy has a bag over his shoulder. Early in the morning, the poet is standing near his window with a cup of coffee. ഒരു ദിവസം അതിരാവിലെ എണീറ്റ് പോയിട്ട് ഒരു കപ്പ് കാപ്പി എല്ലാം കയ്യിൽ പിടിച്ച് ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണ്. ഹീ ഈസ് തിങ്കിങ് അബൌട്ട് സംതിങ്. എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ദെൻ ഹീ സോ two newspaper boys walking up the road as they prepare for their daily chore. അപ്പോഴാണ് അദ്ദേഹം റോഡിലൂടെ രണ്ട് കുട്ടികൾ പോകുന്നത് കണ്ടത്. ആരായിരുന്നു അവർ? They were newspaper boys. They were going to deliver newspaper. എന്താണ് deliver? Bring and hand over. എത്തിച്ചു കൊടുക്കുക. See the picture? What about their dress? Yes, you are right. They have worn cap, സ്വെറ്റർ ആൻഡ് ഷൂസ്. എന്തിനാണ് സ്വെറ്ററും തൊപ്പിയൊക്കെ ധരിക്കുന്നത്? തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലേ? അമേരിക്കയിലാണ്, തണുപ്പുകാലമാണ്, മഞ്ഞെല്ലാം പെയ്യുന്നുണ്ടാവും. തണുപ്പിൽ നിന്നും മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ഇത്തരം വസ്ത്രങ്ങളെല്ലാം ധരിച്ചിട്ടുള്ളത്. വൺ ബോയ് ഹാസ് എ ബാഗ് ഓവർ ഹിസ് ഷോൾഡർ. ഒരു കുട്ടിയുടെ ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ദേ ആർ സോ ഹാപ്പി. ദേ ആർന്റ് സേയിങ് എനിത്തിങ്, ദീസ് ബോയ്സ്. I think if they could, they would take each other's arm. It is early in the morning and they are doing this thing together. They come on slowly. The sky is taking on light. Though the moon still hangs pale over the water, such beauty that for a minute. They are so happy. പോയിട്ട് അത്ഭുതപ്പെടുകയാണ്. ഈ കുട്ടികൾ എന്തൊരു സന്തുഷ്ടരാണ്. തണുപ്പത്ത് കുറേ ദൂരം നടന്നാണ് ഇവർ പത്രവിതരണം നടത്തുന്നത്. എന്നിട്ടും അവരെത്രമാത്രം ഹാപ്പിയാണ്. ആർ ദേ ടോക്കിംഗ് എനിത്തിങ്? നോ, ദേ ആർന്റ് സേയിങ് എനിത്തിങ്. ദേ ആർ കംപ്ലീറ്റ്ലി സൈലൻറ്റ്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കൂട്ടുകൂടി നടക്കുമ്പോൾ ധാരാളം സംസാരിക്കുമല്ലേ? പക്ഷേ ഇവിടെ നമ്മുടെ ന്യൂസ് പേപ്പർ ബോയ്സ് ഒന്നും മിണ്ടാതെയാണ് നടക്കുന്നത്. അവർ പരസ്പരം കൈകോർത്ത് പിടിക്കുന്നുകൂടിയില്ല. അവരുടെ കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവരുടെ സന്തോഷം. ഈ തണുപ്പത്ത് രാവിലെ നടക്കാൻ ഞാൻ ഒറ്റയ്ക്കാവുന്നില്ലല്ലോ, എനിക്കൊരാൾ കൂടി കൂട്ടുകാരനായി ഉണ്ടല്ലോ, ആ ചിന്ത തന്നെ അവർക്ക് വളരെ സന്തോഷം നൽകുന്നു. വളരെ ചെറിയൊരു ജോലിയാണെങ്കിലും എത്ര സന്തോഷത്തോടെയാണ് ആ കൂട്ടുകാരത് ചെയ്യുന്നത് അല്ലേ?
The sky is taking on light, though the moon still hangs pale over the water. Such beauty that for a minute. എന്തൊക്കെയാണ് പോയിറ്റ് കാണുന്ന അടുത്ത കാഴ്ചകൾ? The sky is taking on light. ആകാശത്ത് കുറേശ്ശെ വെളിച്ചം വരുന്നുണ്ട്. എന്താണ്? നേരം പുലരുകയാണല്ലേ? But the moon still hangs pale over the water. പക്ഷേ ചന്ദ്രൻ ഇപ്പോഴും കടലിൽ മറഞ്ഞിട്ടില്ല. ചന്ദ്രൻ എങ്ങനെയാണ് ആകാശത്ത് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് പെയിൽ. സൂര്യരശ്മികൾ കുറേശ്ശെ വരുമ്പോൾ ചന്ദ്രൻ്റെ നിറം മങ്ങിപ്പോവും അല്ലേ? പിന്നെ സൂര്യൻ്റെ വെളിച്ചത്തിനല്ലേ കൂടുതൽ പ്രകാശം. അപ്പോൾ പെയിൽ എന്ന് പറഞ്ഞാൽ വിളറിയ, മങ്ങിയ പ്രകാശമുള്ള എന്നെല്ലാമാണ് അർത്ഥം. The poet says that as the boys walk up, the moon hangs up behind and the light of sun falls on them. ആകാശത്ത് ചന്ദ്രനുണ്ട്, എന്നാൽ സൂര്യരശ്മികൾ കുറേശ്ശെ താഴോട്ട് വരുന്നുമുണ്ട്. അത് കുട്ടികളുടെ മേൽ പതിക്കുന്നുണ്ട്. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ? ഇത് കണ്ട് പോയിറ്റിന് വലിയ സന്തോഷം തോന്നി. ഇത്തരം കാഴ്ചകൾ നിങ്ങളെ എപ്പോഴെങ്കിലും സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? Have you ever enjoyed such sights? We have seen such things many times. They are very simple things. They are very normal. But poet is happy in such simple and normal things. ഇതെല്ലാം വളരെ ചെറിയ സാധാരണമായ കാര്യങ്ങളാണല്ലേ? നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചകളാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിസ്സാരമെന്ന് കരുതാതെ നന്നായി നിരീക്ഷിച്ചാൽ ഇതെല്ലാം നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. Death and ambition, even love doesn't enter into this happiness. It comes on unexpectedly and goes beyond really any early morning talk about it. എന്താണ് അംബീഷൻ? ഇറ്റ്സ് എ സ്ട്രോങ് ഡിസയർ. എന്തെങ്കിലും നേടണമെന്നുള്ള അതിയായ ആഗ്രഹമാണ് അംബീഷൻ, അഭിലാഷം എന്ന് പറയാം. എന്താണ് ഡെത്ത്? മരണം. ഡെത്ത്, അംബീഷൻ ആൻഡ് ലവ്, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണല്ലേ? പക്ഷേ നമ്മൾ വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ, നല്ല സമാധാനമായിട്ടിരിക്കുമ്പോൾ ഇത്തരം ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? ഈ കുട്ടികളെ നോക്കൂ, അവരുടെ മനസ്സിൽ എന്താണ്? ഇത്തരം വലിയ കാര്യങ്ങളൊന്നുമില്ല. They are just happy. The poet says that no such big things enter into that simple, happy and peaceful moment. These boys are free of such thoughts. Happiness, it comes unexpectedly. എന്താണ് unexpectedly? അപ്രതീക്ഷിതമായി. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെയാണ് സന്തോഷം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോൾ നാം നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. Through this poem, the poet teaches that you can be very happy with the smallest things in life, as the two boys do, but you just have to notice them. ഈ രണ്ട് കുട്ടികളെ പോലെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണമെന്നാണ് പോയറ്റ് ഈ കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും നന്നായി നിരീക്ഷിക്കുകയും വേണം. ഇനി ചില ചോദ്യങ്ങൾ തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻസ്? ഹൂ ഈസ് ദ സ്പീക്കർ? പോയിറ്റ് ആണല്ലേ ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. ആൻസർ എഴുതാം. The poet is the speaker of these lines. Second question, pick out the expressions from the poem which tell us about the time. സമയത്തെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം എക്സ്പ്രഷൻസ് ആണ് ഈ പോയത്തിലുള്ളത്? ഏത് സമയത്താണ് പോയറ്റ് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്? പുലർച്ചെയാണല്ലേ? അതിരാവിലെ അദ്ദേഹം എണീറ്റ് ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മോട് പങ്കുവെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ലൈൻസ് ആണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ വരി തന്നെയാണ് ഒന്നാമത്തെ എക്സ്പ്രഷൻ. സോ ഏർലി ഇറ്റ് ഈസ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട്. അതിരാവിലെയാണ്, ഇപ്പോഴും ഇരുട്ട് മാറിയിട്ടില്ല. ഈ വരി എഴുതാലോ. സെക്കൻഡ് എക്സ്പ്രഷൻ ഈസ് ഇറ്റ് ഈസ് ഏർലി ഇൻ ദ മോർണിംഗ്. സമയം അതിരാവിലെയാണ്. ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്. ഈ വരിയിൽ എന്താ സൂചിപ്പിക്കുന്നത്? ആകാശത്ത് കുറേശ്ശെ വെളിച്ചമാവുന്നു. അതും സമയത്ത് സൂചിപ്പിക്കുന്നതാണ്. ഇതുകൂടി നമുക്ക് എഴുതാം. അവസാനമായി ദോ the moon still hangs pale over the water. ഈ ലൈൻ കൂടി അതിൽ ഉൾപ്പെടുത്താം. കാരണം എന്താണ്? ഇപ്പോഴും ചന്ദ്രൻ പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞിട്ടില്ല. ചന്ദ്രൻ കടലിൽ അസ്തമിക്കാറായി എന്ന് പറയുമ്പോൾ പുലർകാലമാണ്, സമയം എന്ന സൂചനയാണ് നൽകുന്നത്. ഇതുകൂടി എഴുതിക്കോളൂ. തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ യൂഷ്വൽ മോർണിംഗ് സ്റ്റഫ്
that passes for thought. The usual morning stuff that passes for thought. ഈ വരിയിലൂടെ എന്താണ് പോയറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അദ്ദേഹം രാവിലെ തന്നെ എന്തെല്ലാമോ ചിന്തകളിൽ മുഴുകി നിൽക്കുകയാണ് അല്ലേ? രാവിലെ എഴുന്നേറ്റാൽ ഒരാൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുക? അന്ന് ചെയ്യാനുള്ള ജോലികളെക്കുറിച്ചൊക്കെ ആയിരിക്കും, ഡെയിലി ചോഴ്സിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക അല്ലേ? The poet means that he is in some thoughts about the daily chores he has to do. നാലാമത്തെ ചോദ്യം നോക്കൂ. Why do the newspaper boys wear caps and sweaters? എന്തുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ബോയ്സ് തൊപ്പിയും സ്വെറ്റേഴ്സും ധരിച്ചിട്ടുള്ളത്? നല്ല തണുപ്പുള്ള സമയമായിരുന്നു അതല്ലേ? The newspaper boys wore caps and sweaters as it was a cold morning. കോൾഡ് മോർണിംഗ് ആയതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ബോയ്സ് ക്യാപ്സും സ്വെറ്റേഴ്സും ധരിച്ചത്. They wanted to keep their body warm in cold snowy weather. നല്ല മഞ്ഞും തണുപ്പുമുള്ള അന്തരീക്ഷത്തിൽ അവരുടെ ശരീരത്തിൽ ചൂട് നിലനിർത്താനാണ് അവർ സ്വെറ്ററും ക്യാപ്പും ധരിച്ചത്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. യൂഷ്വലി ചിൽഡ്രൻ ടോക്ക് അബൌട്ട് മെനി തിങ്സ് വെൻ ദേ ആർ ടുഗെദർ. കുട്ടികൾ ഒരുമിച്ചായിരിക്കുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ബട്ട് ദ പോയിറ്റ് സേയ്സ് ദേ ആർന്റ് സെയിങ് എനിത്തിങ്. വാട്ട് മേ ബി ദ റീസൺ? പക്ഷേ ഇവിടെ കുട്ടികൾ ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. എന്തായിരിക്കും കാരണം? പോയം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. ഈ കുട്ടികൾ വളരെ ലളിതമായി ജീവിക്കുന്നവരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവരുമാണ്. അവർക്ക് എന്താണോ ഉള്ളത് അതിലവർ സന്തുഷ്ടരും സംതൃപ്തരുമാണ്. പരസ്പരമുള്ള കൂട്ടുകെട്ടിൽ തന്നെ അവർ വളരെ സന്തുഷ്ടരാണ്. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാനുമില്ല. The boys are very simple and happy in small things. They are satisfied with what they have and not thinking of big things. They are happy in each other's company. They does not have much ambitions and hence nothing to discuss. Sixth question. The sky is taking on light. What does this line convey? This line conveys that it is daybreak and daylight is slightly appearing in the sky. നേരം പുലരുകയാണെന്നും ആകാശത്ത് കുറേശ്ശെ വെളിച്ചം പരക്കുന്നു എന്നുമാണ് ഈ വരികളിൽ പറയുന്നത്. Our poem has been completed. That's all for today. See you in the next video. Bye.